നമ്മളേറെ സങ്കടത്തോടെ നിൽക്കുന്ന, എന്താണ് പറയുക, ഞെട്ടി നിൽക്കുന്ന ഒരു മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞാണ് ഒരു അപകടത്തെക്കുറിച്ച്. ആ അപകടത്തിൽ ജെൻസൺ എന്ന യുവാവ് വെന്റിലേറ്ററിലാണ്, ഗുരുതരമായി പരിക്കേറ്റെന്ന് പറഞ്ഞു. ഇന്ന് ജെൻസൺ വിട വാങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തുവന്നത്. അതോടുകൂടി വലിയ നോവായി മാറുകയാണ് ശ്രുതി എന്ന പെൺകുട്ടി. ഇതൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ ഒരുപക്ഷെ ചോദിക്കും, ആരാണിവർ എന്ന്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒരുപക്ഷെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ നമ്മൾ കണ്ട ഒരുപാട് കഥകൾ, കേട്ട ഒരുപാട് കഥകൾ, അതിൽ നമ്മുടെ കരളിനെ വല്ലാതെ നോവിപ്പിച്ചൊരു കഥയാണ് ശ്രുതിയുടേത്. പക്ഷേ ശ്രുതിക്കെല്ലാമായി വലിയൊരു തണലായി ജെൻസൺ എന്ന പ്രതിഷ്ഠിത വരനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 1-ാം തീയതി നമ്മളവിടെ പ്രേക്ഷക സമ്മേളനത്തിന് പോയപ്പോഴും ഒക്കെ നേരിൽ കണ്ടു സംസാരിച്ചതൊക്കെയാണ്. പക്ഷേ അങ്ങനെ ആ തണൽ കൂടി ശ്രുതിക്ക് നഷ്ടമാവുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം അവർക്ക്, ആ പെൺകുട്ടിക്ക് എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്കിത് പറയാനേ പറ്റില്ല. മാത്രമല്ല ശ്രുതിക്ക് ഇത്രയും വലിയൊരു ആഘാതത്തിൽ നിന്ന് വളരെ വേഗം തന്നെ കുറച്ചെങ്കിലും ഒന്ന് മാറാൻ സാധിച്ചത് ആ ജെൻസന്റെ സാന്നിധ്യം തന്നെയായിരുന്നു. അവർ 10 വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അടുപ്പം അവർ തമ്മിലുണ്ട്. അവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അടുത്ത മാസത്തിനുള്ളിൽ അവരുടെ വിവാഹം, അടുത്ത മാസത്തോടെ അവരുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ വയനാട് ജില്ലാ സമ്മേളനത്തിന് പോയപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ്. അവിടെ വയനാട്ടിൽ ദുരന്തബാധിതരെ നമ്മൾ ചേർത്ത് പിടിച്ചിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അന്ന് ഞാനും പ്രജനും അവരെ അടുത്ത് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്കും ആ ദുരന്ത വാർത്തയിൽ ഒരു ആശ്വാസമായിരുന്നു ഇരുവരും. കാരണം ശ്രുതിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടുവെങ്കിലും ചേർത്ത് പിടിക്കാൻ ജെൻസൺ ഉണ്ടല്ലോ, അങ്ങനെ ആ കൂട്ടത്തിലൊരു ആശ്വാസമായിരുന്നു ഇവരുടെ കാഴ്ച. പക്ഷേ ചില സമയത്തൊക്കെ വലിയ ക്രൂരത നമ്മളോട് കാലം കാണിക്കും. അത്തരത്തിലൊരു വലിയ ക്രൂരതയാണ് ശ്രുതിയോടിത് ശരിക്കും വന്ന് അവിടെ പ്രേക്ഷക സമ്മേളനം തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ ഇരുവരും വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ. സെക്കൻഡ് റോയിൽ ഇപ്പോഴും ഓർക്കുന്നു, സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ശ്രുതിയെയും ജെൻസനെയും. SK എന്നെ കാണണം, സംസാരിക്കണം എന്നൊരു ആഗ്രഹം അവർ പറയുന്നു. പിന്നീട് ഒരുപാട് മണിക്കൂറുകൾ കാത്തിരുന്നാണ് അവർക്കിങ്ങനെ സ്റ്റേജിലേക്ക് വരാൻ ഒരു അവസരം കിട്ടുന്നത്. ഞാനാണ് അന്ന്, എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്ത് സ്റ്റേജിലുള്ളത്, ഇവരെ വിളിക്കുന്നതൊക്കെ. അന്ന് ഇവരുടെ കഥ റിപ്പോർട്ട് ചെയ്ത വിപിൻ C. വിജയനും ഉണ്ടായിരുന്നു. വിപിൻ ആണ് പ്രേക്ഷകരുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ദുരന്തത്തിൽ എല്ലാ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട ശ്രുതി ആ ദുരന്തം വരുന്നതിന് മുമ്പേ തന്നെ കല്യാണ നിശ്ചയം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹം ഉറപ്പിച്ച സമയത്താണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അതിൽ കുടുംബാംഗങ്ങളെ മുഴുവനായി നഷ്ടപ്പെടുന്നു, അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെടുന്നു ശ്രുതിക്ക്. പിന്നെ ആകെ ഒരു ബലമായുള്ളത് ഉണ്ടായിരുന്നത് ജെൻസൺ ആയിരുന്നു. ജെൻസനൊപ്പം പോകാനൊക്കെ അന്ന് SK ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ ധൈര്യവും നൽകിയാണ് ജെൻസനെ അന്ന് മടക്കി അയച്ചത്. പക്ഷേ ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ വീണ്ടും ഒരു വലിയ ദുരന്തം ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുജിത്ത്, ഒരുപക്ഷെ സുജിത്തിന് ഏറ്റവും അടുത്തറിയാവുന്ന 2 പേരാണ് ജെൻസനും ശ്രുതിയും. ശ്രുതിക്ക് വലിയൊരു ആഘാതം ഉണ്ടാക്കിക്കൊണ്ടാണ് ജെൻസന്റെ ഒരു വിടവാങ്ങൽ, അതും ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ആ കുട്ടിയെ പറഞ്ഞാശ്വസിപ്പിക്കുക, എങ്ങനെയാണ് ഈ ഒരു സമയം ശ്രുതിക്ക് താണ്ടാൻ പറ്റുക എന്നൊന്നും അറിയില്ല. എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? എന്താണ് സുജിത് വിവരങ്ങൾ? പ്രജനു, വല്ലാത്തൊരു ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. അത് വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു ജെൻസൺ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളത്. പക്ഷേ അതെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഇന്ന് വൈകിട്ട് രാത്രി 8:57 മരണം സ്ഥിരീകരിച്ചത്. ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജെൻസൺ. ഇന്നലെയാണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ 9 പേർ യാത്ര ചെയ്യുന്ന ഒമ്നി വാൻ അത് നേരെ ഒരു സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇതിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പിറകു ഭാഗം തുറക്കുന്ന നിലയാണ് ഉണ്ടായത്. അത് കൃത്യമായ രീതിയിൽ തന്നെ CCTV ദൃശ്യത്തിൽ, അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെല്ലാം തന്നെ പുറത്തേക്ക് എടുത്തത്. ഇതിനുശേഷം നേരെ കൊണ്ടുപോയത് കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലേക്കാണ്. ലിയോ ആശുപത്രിയിൽ വെച്ച് ജെൻസന് പരിക്ക് ഗുരുതരം ആയതിനാൽ തന്നെ ഉടൻ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. മാറ്റിയത് മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കാണ്. മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായ രീതിയിലുള്ള പരിക്കാണ് ഉണ്ടായിരുന്നത്. ആന്തരിക രക്തസ്രാവം വലിയ അളവിൽ ഉണ്ടായിരുന്നു. തലച്ചോറിന്റെ ഒരു ഭാഗം 1.5 സെന്റിമീറ്റർ അകന്നു മാറിയ നിലയിലേക്ക്, അത്തരം വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. കണ്ണിന്റെ ഭാഗത്ത് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. മാത്രമല്ല
തലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് എത്തിച്ചത്. പക്ഷേ പിന്നീട് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായി. പക്ഷേ അതൊന്നും വിഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വൈകിട്ട് മരണം സ്ഥിരീകരിക്കുന്നത്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ മരണവിവരം നമ്മളെ അറിയിച്ചത്. ഈ ശ്രുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹം ഉറപ്പിച്ചതായിരുന്നു. ഈ ശ്രുതിയുടെ മാതാവ് എന്ന് പറയുന്നത് അവിടുത്തെ മുൻ വാർഡ് കൗൺസിലർ കൂടിയാണ്. സബിത എന്നാണ് അവരുടെ പേര്. അച്ഛൻ ശിവണ്ണ എന്നാണ് അച്ഛൻ്റെ പേര്. ശിവണ്ണൻ എന്നാണ് അച്ഛൻ്റെ പേര്. അതോടൊപ്പം സഹോദരി ശ്രേയയുണ്ട്. ഈ 3 പേരും ഈ ദുരന്തത്തിൽ, മഹാദുരന്തത്തിൽ ഇരകളായ ആളുകളാണ്. അവരെല്ലാം തന്നെ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ശ്രുതി ആ സമയത്ത് കോഴിക്കോട് ജോലി ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ അപകടത്തിൽ നിന്ന് ഈ ശ്രുതി രക്ഷപ്പെട്ടത്. ശ്രുതി തനിച്ചായി. ശ്രുതിയുടെ ബന്ധു കൂടിയായിട്ടുള്ള ലാവണ്യയും ഈ യാത്ര ചെയ്ത ഈ 9 അംഗ സംഘത്തിലുണ്ടായിരുന്നു. ലാവണ്യയ്ക്കും മാതാപിതാക്കളെയും സഹോദരനെ നഷ്ടപ്പെട്ട ഒരാളാണ്. നവോദയ സ്കൂളിലായിരുന്നു ലാവണ്യ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. ആ കുട്ടിക്കും പരിക്കുണ്ട്. അങ്ങനെ 9 പേർക്ക് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ജെൻസൺ ഒഴികെ ബാക്കിയുള്ള 8 പേരും ഈ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഈ ജെൻസനെ അങ്ങോട്ട് മാറ്റി. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ ഈ അത്യന്തം അപകടകരമായ സ്ഥിതിയാണ്. മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് തന്നെ ശരീരം മാറിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം രാവിലെ തന്നെ പുറത്തു വന്നതാണ്. അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ അക്കാര്യം നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതുമാണ്. എന്തായാലും ആ മഹാദുരന്തത്തിന്റെ ബാക്കി പത്രം ആയി അതിന്റെ ഒരു അതിജീവന കാഴ്ച തന്നെയായിരുന്നു ഈ ഇരുവരും. കാരണം ശ്രുതിയെ വല്ലാതെ ജെൻസൺ ചേർത്ത് പിടിച്ചു. ഈ ചടങ്ങുകളെല്ലാം, അതായത് 41 ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വിവാഹത്തിലേക്ക് കടക്കാനുള്ള നീക്കം ഉൾപ്പെടെയായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഈ ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ യാത്രയായിരിക്കുന്നു. ഇനി അതിജീവിക്കുക എന്നുള്ളതാണ്. ശ്രുതിക്ക് എത്രമാത്രം അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. നാളെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടി, ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മേപ്പാടി പോലീസാണ് ഇൻക്വസ്റ്റ് നടപടി നടത്തുക. അതിനുശേഷം നേരെ മൃതദേഹം കൊണ്ടുപോകുന്നത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ്. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടക്കും. ഇതിനുശേഷം ആണ്ടൂർ വീട്ടിൽ അമ്പലവയലിനും തോമാട്ടുചാലിനും ഇടയിലുള്ള സ്ഥലമാണ് ഈ ആണ്ടൂർ എന്ന് പറയുന്നത്. അവിടെയാണ് വീടിനടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം. ഇതിനുശേഷം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 24 കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള അരുണിന്റെ, നമ്മുടെ ടിക്കറിൽ ജോലി ചെയ്യുന്ന അരുണിന്റെ ബന്ധു കൂടിയാണ് ജെൻസൺ. അരുണിന്റെ സഹോദരൻ അഖിൽ ഉൾപ്പെടെയുള്ളവർ, ഇവരൊക്കെ അടുത്ത ബന്ധുക്കളാണ്. അവരെല്ലാം അഖിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ മരണസമയത്ത് അഖിലായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും ബന്ധുക്കൾ ഉണ്ട്. ഈ ദുരന്തത്തിന്റെ അതിജീവന കാഴ്ചയിൽ വീണ്ടും ശബ്ദമിടറുന്ന വിധത്തിൽ, മനസ്സിടറുന്ന വിധത്തിൽ വീണ്ടും ഇങ്ങനെ മറ്റൊരു ദുരന്തം കൂടി കാണേണ്ടി വന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. എന്തായാലും അതിജീവിക്കാൻ ശ്രുതിക്ക് കഴിയേണ്ടതുണ്ട്. ഈ ശ്രുതിയെ കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറഞ്ഞത്. കാരണം ഇങ്ങനെ മരിച്ചു എന്നുള്ള വിവരം ശ്രുതിയെ അറിയിച്ചിട്ടില്ല. കാരണം ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ഈ ലിയോ ആശുപത്രിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അറിയിക്കാൻ കഴിയാത്തതെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. കാലിനാണ് ശ്രുതിക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ലാവണ്യ അടക്കമുള്ള ബന്ധുക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും 9 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരാൾക്ക്, അതിൽ ജെൻസന് ഗുരുതരമായി പരിക്കേറ്റു. ജെൻസന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ദുഃഖകരമായ വാർത്ത ഈ രാത്രിയിൽ പങ്കുവയ്ക്കുന്നു. പ്രവിത. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സുർജിത്തിനെ സംബന്ധിച്ച് ഉരുൾപൊട്ടലിന്റെ ആ വലിയ ഭീതിതമായ കാഴ്ച അത് മുഴുവനും കണ്ട ആളാണ്. അപ്പോൾ സുർജിത്തിന് ഈ ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതേറെ സങ്കടകരമായിട്ടൊരു കാര്യമാണ്. മാത്രമല്ല, അന്ന് നമ്മൾ അല്പം മുൻപ് പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ ഈ 24 കണക്റ്റിൻ്റെ വയനാടിനെ ചേർത്ത് പിടിച്ച ആ പരിപാടിയിൽ, 24 സംഘടിപ്പിച്ച ആ പരിപാടിയിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും പ്രജനും ജെൻസണെയും ശ്രുതിയെയും അടുത്ത് കണ്ടതാണ്, പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണ്. അന്ന് SKN ഉൾപ്പെടെ അവരെ വേദിയിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. അല്ല, ഒരു ജോലി മാറാൻ പോവെന്ന് പറഞ്ഞു. കോഴിക്കോട് മിംസിലെ ജോലി നല്ലതല്ലേ? അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ചെയ്യാം, ഗോകുലം ഗ്രൂപ്പിൽ ഒരു ജോലി വാങ്ങിച്ചു തന്നാലോ? ഓക്കെ ആണോ? വന്നു കഴിഞ്ഞാൽ ചെറിയ തോതിലൊരു ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ആഡംബരമായിട്ടുള്ള കല്യാണമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നുമില്ല. ഇപ്പം സാധാരണ തോതിൽ, ചെറിയ തോതിൽ പരിപാടി നടത്തി കൊണ്ടുപോവുക. കുട്ടിയുടെ ആർക്കൊക്കെ അപകടം സംഭവിച്ചത്? അച്ഛൻ, അമ്മ, അനിയത്തി.
പിന്നെ വലിയച്ഛനുണ്ട്, വലിയമ്മ. വീട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. താങ്കൾ മാത്രമേ ഉള്ളൂ? എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നിലവിൽ. ഞങ്ങൾ അച്ഛന്മാരും അമ്മമാരും അടക്കം 9 പേരാണ് പോയത്. സഹായത്തിന് ആരാ ഉള്ളത് ഇപ്പോൾ? ഞങ്ങൾ മക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാ അന്ന് ആ ദുരന്തമൊക്കെ സംഭവിച്ച് അങ്ങനെ ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെൻസൺ ഇങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച അത് അടുത്ത് നിന്ന് കണ്ട ആൾക്കാരാണ് നമ്മളപ്പോൾ. അന്ന് ജെൻസന്റെ മുഖത്തുണ്ടായ എന്താണ് പറയുക, ആ ഒരു ആശ്വാസവും ഒക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ ശ്രുതി ഇപ്പോഴും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ്, ആരാണ് ശ്രുതിയെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് എന്താണ് പറയുക, നമുക്ക് അത് മനസ്സിലാവുന്നത് എന്താണ് ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന വികാരവും ആഘാതവും ഒക്കെ എന്നുള്ളത്. എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ ജീവിതം. അത് താങ്ങാൻ ആ കുട്ടിക്ക് കരുത്തുണ്ടാവട്ടെ.